ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ പറ്റി വാതോരാതെ സംസാരിക്കുന്ന സച്ചിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. ശേഷം നീ ഗർഭിണിയാണെന്ന് ഞാൻ അറിഞ്ഞെന്ന് സച്ചി പറയുന്നതോടെ രേവതി ഞെട്ടിപ്പോവുകയും ഞാൻ ഗർഭിണിയല്ലെന്നും പറയുന്നു. ഇത് കേട്ട് സച്ചിക്കാകെ വിഷമമാവുകയും സച്ചി തകർന്നു പോകുകയും ചെയ്യുന്നു. ശേഷം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കരയുന്ന സച്ചിനെ രേവതി ആശ്വസിപ്പിക്കുന്നു. ശേഷം ഈച്ച പറഞ്ഞ കാര്യങ്ങളെല്ലാം സച്ചി രേവതിയോട് പറഞ്ഞ് വിഷമിക്കുകയും ഞാനൊരു കോമാളിയായി പോയി എന്നും പറയുമ്പോൾ ദൈവം ഉടനെ തന്നെ നമുക്കൊരു കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞ് രേവതി സച്ചിയെ ആശ്വസിപ്പിക്കുന്നു. ശേഷം ഇരുവരും വീണ്ടും സങ്കടപ്പെട്ട് കരയുന്നു. പിറ്റേ ദിവസം സച്ചി വിളിച്ചിട്ട് വീട്ടിലെത്തുന്ന ഈച്ചേനെയും കൊണ്ട് രേവതി പച്ചമാങ്ങയും പുളിയും കഴിപ്പിക്കാൻ ശ്രമിക്കുകയും കഴിച്ചില്ലെങ്കിൽ അച്ചമ്മേനെ വിളിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതോടെ ഈച്ച അത് കഴിക്കുന്നു. തുടർന്ന് അവിടെ എത്തുന്ന സച്ചി രേവതി ഗർഭിണിയല്ലെന്ന് ഈച്ചയോട് പറയുകയും എന്നെ പറ്റിച്ചതിന് നീ ഈ പച്ചമുളക് കൂടി കഴിക്കണമെന്നും പറയുന്നു. ശേഷം ഈച്ച അവിടെ നിന്നോട് രക്ഷപ്പെടുന്നു. പിന്നീട് രേവതിയുടെ ഫോൺ അടിക്കുന്നതിനെ തുടർന്ന് ചന്ദ്രമതിയുടെ പേര് പറഞ്ഞ് ശ്രുതി ഫോൺ എടുക്കുകയും വലിയ ഓർഡർ ആണെന്ന് തിരിച്ചറിയുന്ന ശ്രുതി ഓർഡർ എടുത്തെങ്കിലും ഈ ഓർഡർ കിട്ടിയ വിവരം ഞാൻ രേവതിനെ അറിയിക്കില്ലെന്നും അങ്ങനെ അവിടെ കച്ചവടം ഞാൻ നിർത്തിക്കുമെന്നും ശ്രുതിയോട് പറയുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.